ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴതോരു മുമ്പേ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മാമച്ചനും ഗ്രേസമ്മയും രേവതിക്കുട്ടിയും കുര്യച്ചന്റെ വീട്ടിലേക്ക് വരികയാണ്. ഇവർ എവിടെ പോയെന്ന് പറഞ്ഞ് ഗ്രേസമ്മ കാറിൽ നിന്ന് ഇറങ്ങി ചുറ്റും നോക്കുകയാണ്. മാമച്ചനും രേവതിക്കുട്ടിയും കാറിൽ നിന്നിറങ്ങി അകത്തേക്ക് ശ്രദ്ധിക്കുന്നു. അരികിലേക്ക് വന്ന് മാമച്ചന് കൈ കൊടുത്തുകൊണ്ട് കുര്യച്ചൻ പറയുന്നു, വാ വാ, എന്താ ഇങ്ങനെ മടിച്ചു നിൽക്കുന്നത്? മാമച്ചൻ പറയുകയാണ്, ഇവിടെ ആരും ഇല്ലാന്നൊന്ന് സംശയിച്ചായിരുന്നു. കുര്യച്ചൻ പറയുന്നു, ഫ്രണ്ടിലെ വാതിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ പുറത്ത് നടക്കുന്നതൊന്നും അറിയാൻ മേല. ഗ്രേസമ്മ എത്ര നാളായി കണ്ടിട്ട് വന്നേ, ഇതാരുടെ ഒച്ച? ഇത് ഞങ്ങളുടെ ഒച്ചാന്ന് ഗ്രേസമ്മ പറയുമ്പോൾ കുര്യച്ചൻ പറയുകയാണ്, പിന്നെ നിങ്ങൾക്ക് ഞാൻ അറിയാത്തൊരു മോള് ഒരെണ്ണം ഉള്ളത് സൗത്ത് ആഫ്രിക്കയിലും കണ്ടല്ലേ, അനിയത്തിമാരുടെ ആയിരിക്കും. കോട്ടയത്ത് ഒരാളുണ്ട്, റോസമ്മയോ പ്രിൻസിയോ, പേരൊക്കെ മറന്നു. മാമച്ചൻ പറയുന്നു, ഞങ്ങൾ ഈ കൊച്ചിനെ ദത്തെടുത്തതാ കുര്യച്ച. അപ്പൊ മാമച്ചൻ പറയുകയാണ്, ഒരു കുഴപ്പമില്ല, വളരെ നന്നായി, ഞങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും ഒരാളെ ഏർപ്പാടാക്കിത്താ. ഗ്രേസമ്മ പറയുന്നു, കുര്യച്ചൻ ഇപ്പം അതിന്റെ ആവശ്യമൊന്നുമില്ല, മക്കളും മരുമക്കളും ഒക്കെ ഉണ്ടല്ലോ. കുര്യച്ചൻ പറയുന്നു, ഒരൊറ്റ ഒരെണ്ണം ഇല്ലെന്നേ കൂടെ, എല്ലാവരും അവരവരുടെ പാട് നോക്കി പോയി. വന്നിട്ടും പോയിട്ടും ഞാനും ഈ കിളവിയും മാത്രമുണ്ട്. ഈ സമയം അവിടേക്ക് വന്ന കുര്യച്ചന്റെ ഭാര്യ പറയുന്നു, അവിടെ നിർത്തിക്കൊണ്ട് വർത്താനം പറയുകയാണോ, ഇങ്ങോട്ട് കയറി വന്നേ. അങ്ങനെ മാമച്ചനെയും കൂട്ടി അകത്തേക്ക് പോവുകയാണ് കുര്യച്ചൻ. കുര്യച്ചന്റെ ഭാര്യ ഗ്രേസമ്മയും ദേവതിക്കുട്ടിയും കൂട്ടി അകത്തേക്ക് പോകുന്നു. തുടർന്ന് ചായ കുടിച്ചോണ്ടിരിക്കുന്ന മാമച്ചൻ പറയുന്നു, ഞങ്ങള് വന്ന കാര്യം എന്താന്ന് വെച്ചാ ഒരപേക്ഷയുമായിട്ട് വന്നതാ. കുര്യച്ചൻ ചോദിക്കുന്നു, അപേക്ഷയോ? എന്തപേക്ഷ? അതും ചൊറിയും കുത്തി വീട്ടിലിരിക്കുന്ന എന്നോടോ? പൈസയുടെ ഏർപ്പാട് വല്ലതുമാണോ? അല്ലല്ലോ. മാമച്ചന്റെ ബാങ്ക് ബാലൻസ് കോടികളാണെന്ന് ആർക്കാ അറിയാത്തത്? മാമച്ചൻ പറയുന്നു, അതൊക്കെ തെറ്റിദ്ധാരണയല്ലേ, കോടികളൊന്നുമില്ല, മനുഷ്യർക്ക് എന്താ പറയാൻ പാടില്ലാത്തത്? കുര്യച്ചൻ പറയുകയാണ്, മാമച്ചൻ കാര്യം പറ. മാമച്ചൻ പറയുന്നു, ഗ്രേസമ്മേ നീ പറ. അപ്പൊ ഗ്രേസമ്മ പറയുകയാണ്, അത് പറയണമെങ്കിൽ ആദ്യം ഇവളുടെ കഥ പറയണം. കുര്യച്ചന്റെ ഭാര്യ പറയുന്നു, പറഞ്ഞു, ഞങ്ങൾ കഥ കേൾക്കേണ്ടത്. ഗ്രേസമ്മ പറയുന്നു, ഇവളെ ഞങ്ങള് തിരുവനന്തപുരത്തുള്ള ഒരു ഓർഫനേജിൽ നിന്ന് ദത്തെടുത്തത്. ഇവളും ഇവളുടെ ചേച്ചി അലീനയും ബ്രിജിത മമ്മിയും നടത്തിക്കൊണ്ടുവന്ന അനാഥാലയമാണ്. ബ്രിജിത മമ്മി മരിച്ചതോടെ ഓർഫനേജ് നടത്താൻ ആളില്ലാതായി. ഇവളെ ഞങ്ങള് വീട്ടു ജോലിക്ക് കൊണ്ടുവന്നതാ. ഇപ്പൊ ഇവള് ഞങ്ങളുടെ മോളാ. കുര്യച്ചന്റെ ഭാര്യ ചോദിക്കുന്നു, ഇവൾക്ക് ശരിക്കും അച്ഛനമ്മമാരൊന്നുമില്ലേ? മാമച്ചൻ പറയുകയാണ്, ഇല്ലെന്നാ വിചാരിച്ചോണ്ടിരുന്നത്. ഈയിടെ കിടിമാനൂരിന്ന് ഒരാള് തിരക്കി വന്നു. അന്വേഷിച്ച് പിടിച്ചു വന്നപ്പോൾ ഇവൾക്ക് അച്ഛനും ഉണ്ട് മുത്തശ്ശനും ഉണ്ട്. കിടിമാനൂരാ വീട്, വലിയ പൈസക്കാരാ. ഗ്രേസമ്മ പറയുന്നു, ഇവിടുത്തെ ജോബിച്ചന്റെ കാര്യം പറഞ്ഞതുപോലെയാ. ഇവളുടെ അച്ഛൻ ഒരു പാവപ്പെട്ട പെണ്ണിനെ പ്രേമിച്ച് വീട്ടിൽ നിന്ന് ചാടിപ്പോയി അവളുടെ കൂടെ താമസം തുടങ്ങി. കയ്യിലെ കാശും തീർന്നു, വീട്ടിൽ നിന്നൊന്നും കിട്ടത്തില്ലെന്നും ആയപ്പോ ഇവളുടെ അച്ഛൻ വീട്ടിലോട്ട് തിരിച്ചു പോന്നു. പക്ഷെ വീട്ടിൽ കയറ്റണമെങ്കിൽ വേറെ കല്യാണം കഴിക്കണം. അങ്ങനെ കല്യാണവും നടത്തി. ആദ്യത്തെ പെണ്ണൊന്ന് കുര്യച്ചന്റെ ഭാര്യ ചോദിക്കുമ്പോൾ ഗ്രേസമ്മ പറയുകയാണ്, അവളെ ഉപേക്ഷിച്ചു. അവളാണെങ്കിൽ ഈ കൊച്ചിനെ പ്രസവിക്കുകയും ചെയ്തു. ഇവളെ അനാഥാലയത്തിൽ കൊണ്ടാക്കി ആ പെണ്ണ് ആത്മഹത്യ ചെയ്തു. ഇത് കേട്ട് കുര്യച്ചന്റെ ഭാര്യ പറയുകയാണ്, അയ്യോ കഷ്ടമായിപ്പോയി. മാമച്ചൻ പറയുന്നു, ഇപ്പൊ ഇവളുടെ അച്ഛനും മുത്തശ്ശനും ഇവളെ വേണം. അവർക്ക് വേറെ അവകാശികളൊന്നുമില്ല. രണ്ടാമത് കിട്ടിയ പെണ്ണിനെ മക്കളും ഇല്ല. കുര്യച്ചൻ പറയുന്നു, ദൈവം ഓരോന്ന് വരച്ചു വെച്ചിരിക്കുന്നു, ഒരു കയറ്റത്തിന് ഒരു ഇറക്കമുണ്ട്. ഗ്രേസമ്മ പറയുന്നു, ഇപ്പൊ അച്ഛനും മോളും തമ്മില് ഇടയ്ക്ക് വിളിയും വർത്താനം ഒക്കെ ഉണ്ട്. മാമച്ചൻ പറയുന്നു, ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ അയാള് ക്യാൻസർ പിടിച്ച് ഡോക്ടർമാർ ഉപേക്ഷിച്ച് മരിക്കാൻ കിടക്കുകയായിരുന്നു. ഇവളെ കണ്ട ശേഷം അയാളുടെ രോഗം കുറഞ്ഞു വന്നോണ്ടിരിക്കുക. കുര്യച്ചന്റെ ഭാര്യ ചോദിക്കുന്നു, ഇവൾ അവിടെ പോയി അവരെ കണ്ടായിരുന്നോ? ഗ്രേസമ്മ പറയുന്നു, 2-3 പ്രാവശ്യം പോയി. ഇവള് കഞ്ഞിയൊക്കെ കോരി കൊടുത്തു. ഇപ്പൊ അയാള് എഴുന്നേറ്റിരിക്കും, നടക്കും. കുര്യച്ചൻ പറയുകയാണ്, അങ്ങനെയൊക്കെ സംഭവിക്കുമെന്നേ. മരുന്നിനേക്കാൾ ഗുണം ചെയ്യും ചില മനുഷ്യരുടെ സ്നേഹവും അടുപ്പവും വർത്തമാനവും. ഗ്രേസമ്മ പറയുന്നു, അതൊരു കഥ. ഇനി രണ്ടാമത്തെ കഥ പറയാം. ഇവളുടെ ചേച്ചി അലീനയെ പാലായിൽ ഒരു വീട്ടുകാരെ കൂട്ടിക്കൊണ്ടുപോയത്. ചേച്ചി എന്ന് വെച്ചാൽ ഒരു കൂടപ്പിറപ്പിനെ പോലെ ഇവർ അനാഥാലയത്തിൽ ജീവിച്ചത്. അവക്കും ഉണ്ട് അച്ഛനും അമ്മയൊക്കെ, അത് പിന്നീട് പറയാം. ആ പെണ്ണ് ഹോം നേഴ്സായിട്ട് നിൽക്കുന്ന വീട്ടിലെ പയ്യൻ, അതായത് ഹൗസ് ഓണറുടെ മകൻ, ഒരു പീഡന കേസിൽപ്പെട്ട് ഇപ്പൊ പാലാ പോലീസ് അറസ്റ്റ് ചെയ്തേക്കുക. കുര്യച്ചൻ ചോദിക്കുന്നു, ഈ അലീന എന്ന കൊച്ചിനെയാണോ പീഡിപ്പിച്ചത്? മാമച്ചൻ പറയുന്നു, അല്ലല്ല, പെണ്ണ് വേറെയാ. സംഭവം അതൊന്നുമല്ല. ആ ഹൗസ് ഓണറും വൈഫും ഹോസ്പിറ്റലിലാ. വൈഫ് ആക്സിഡന്റ് ആയി കയ്യും കാലും ഒടിഞ്ഞു കിടക്കുന്നു. ഹസ്ബൻഡിന് ഹാർട്ട് അറ്റാക്ക് ആയി ICUലും. അവർക്ക് 2 പെൺമക്കളാ, ചെറിയ കുട്ടികളാ. അവരെ ടേക്ക് കെയർ ചെയ്യുന്നത് അലീനയാ. പക്ഷേ ഈ അലീനയെ ഇന്ന് ഉച്ചയ്ക്ക് പോലീസ് പിടിച്ചോണ്ട് പോയി. അതെന്തിനാണെന്ന് കുര്യച്ചൻ ചോദിക്കുമ്പോൾ മാമച്ചൻ പറയുകയാണ്, ചോദ്യം ചെയ്യാനാണെന്ന് പറഞ്ഞാ കൊണ്ടുപോയത്, വിടുന്നില്ല. അവളാണെങ്കിൽ ഒരു തെറ്റും ചെയ്തിട്ടുമില്ല. ഇവളെ പോലെ തന്നെയാ ഞങ്ങൾക്ക് അവളും. ഗ്രേസമ്മ പറയുന്നു, ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഇടയ്ക്കിടയ്ക്ക് താമസിച്ചു പോകാറുള്ളതാ. ഇവളെക്കാളും നല്ല സ്വഭാവമാ. കുര്യച്ചൻ പറയുന്നു, നിങ്ങൾ പറഞ്ഞ അത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞത് എന്തിനാണെന്ന് പിടികിട്ടിയില്ല. ഗ്രേസമ്മ പറയുന്നു, ആ പെങ്കൊച്ചിനെ ഒരു കാര്യമില്ലാണ്ട് പോലീസ് പിടിച്ചു വെച്ചിരിക്കുക. ചോദിക്കാനും പറയാനും ആരുമില്ലാന്ന് പോലീസിന് അറിയാം. ഇന്ന് വിടുന്ന ലക്ഷണമില്ല. പോലീസിനെ നമുക്ക് കണ്ണടച്ചങ്ങ് വിശ്വസിക്കാൻ പറ്റുന്ന കാലമല്ലല്ലോ. കുര്യച്ചൻ പറയുകയാണ്, ഞാൻ എന്നോ ചെയ്യണമെന്ന് പറ. കുര്യച്ചന്റെ ഭാര്യ പറയുന്നു, പറഞ്ഞപ്പോ മനസ്സിലായില്ലേ കുര്യച്ചായ, നമ്മുടെ ജോബിയുടെ ഭാര്യ മീര പാലാ DYSPയുടെ മോളല്ലേ? മാമച്ചൻ പറയുന്നു, വേറൊന്നും വേണ്ട കുര്യച്ച, എന്തിനാ അലീനയെ പോലീസ് പിടിച്ചു വെച്ചിരിക്കുന്നതെന്ന് അറിയണം. തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ വിട്ടുകിട്ടണം, അത്രേ ഉള്ളൂ. കുര്യച്ചൻ പറയുന്നു, അത് ന്യായം. മാമച്ചൻ ഒരു കാര്യം അറിയുമോ, ഞാനും പാലാ DYSPയും തമ്മിൽ കണ്ടാ മിണ്ടത്തില്ല. എന്റെ മകന്റെ അമ്മായിയച്ഛനാ. കാര്യമൊക്കെ ശരിയാ. ഗ്രേസമ്മ ചോദിക്കുന്നു, ആ വഴക്കൊക്കെ തീർന്നില്ലേ? എത്ര വർഷം
വർഷമായി. കുര്യച്ചൻ പറയുകയാണ്, എന്റെ മകൻ അയാളുടെ മകളെ പ്രേമിച്ചതിന് ഞാൻ എന്നോ വിളിച്ചു, അയാൾക്ക് എന്നോടാ ദേഷ്യം. കുര്യച്ചന്റെ ഭാര്യ പറയുന്നു, അത് വേറൊന്നും കൊണ്ടുമല്ല കേട്ടോ, അവളും അവനും തമ്മിലുള്ള കല്യാണം രജിസ്റ്റർ ചെയ്യാനുള്ള എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തത് ഈ മനുഷ്യനാ. അതാ. കുര്യച്ചൻ പറയുന്നു, പിന്നല്ലാതെ അവളും എന്റെ മോനും കൂടി വന്ന് എന്റെ കാലേ വീണ് ഞങ്ങളെ കെട്ടിച്ചു തരണമെന്ന് പറയുമ്പോൾ എനിക്ക് ജാതിയും മതവും നോക്കി മുഖം തിരിക്കാൻ പറ്റുമോ? ഞാൻ രണ്ടിനെയും വിളിച്ച് രജിസ്റ്റർ ചെയ്യാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു. മീരയും ജോബിച്ചിനുവേ അന്ന് ഗാന്ധി യൂണിവേഴ്സിറ്റിയിലാ ജോലി ചെയ്യുന്നത്, അതും ഒരേ സെക്ഷനിൽ. എന്നും കണ്ടും മിണ്ടിയും പറഞ്ഞും അവര് പ്രേമത്തിലായി. കുര്യച്ചന്റെ ഭാര്യ പറയുന്നു, രജിസ്റ്റർ കല്യാണം നടന്ന വിവരം ഡിവൈഎസ്പി അറിഞ്ഞില്ല. മകൾ എല്ലാ ദിവസവും വീട്ടിലും വരുന്നുണ്ട്, ജോലിക്കും പോകുന്നുണ്ട്. അവരൊരു ദിവസം മധുരപ്പുഴയിലെ വാടക വീടെടുത്ത് ഒന്നിച്ച് താമസിച്ചപ്പോഴാ ഡിവൈഎസ്പി ഞെട്ടിപ്പോയത്. പൊന്നുപോലെ വളർത്തിയ മോളെയാ ഒരു ചെക്കൻ അടിച്ചുകൊണ്ട് പോയത്. അയാൾ വിടുമോ? കുര്യച്ചൻ പറയുന്നു, അതൊക്കെ ഞങ്ങൾക്കറിയാം. അയാൾ ഒരു വണ്ടി പോലീസുകാരുമായിട്ട് വന്ന് മോളെ പിടിച്ചോണ്ട് പോയതും ജോബിച്ചിനെ അറസ്റ്റ് ചെയ്തതും അതൊക്കെ അന്ന് വലിയ വാർത്തയല്ലായിരുന്നു. കുര്യച്ചൻ പറയുന്നു, എന്റെ മകനെ ലോക്കപ്പിലിട്ട് ഇടിച്ച് നശിപ്പിച്ച് മോളെ ഊരിക്കൊണ്ടു പോകാമെന്ന് അയാളുടെ വിചാരം. ഞാൻ കോട്ടയം എസ്പിയുടെ മുന്നിൽ രജിസ്റ്റർഡ് മാരേജിന്റെ സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുത്തു. അടുത്ത മിനിറ്റിൽ ഉത്തരവ് വന്നു അവളെ അവനെയും പിടിച്ചെടുത്ത് കൊണ്ടുപോയി വിടാൻ. അതിനുശേഷം ഇന്നേ വരെ ഡിവൈഎസ്പി എന്റെ മുഖത്ത് നോക്കിയിട്ടില്ല. ഗ്രേസമ്മ പറയുന്നു, വർഷം 3 കഴിഞ്ഞില്ലേ കുര്യച്ച, ഇപ്പൊ ആ വഴക്കൊക്കെ തീർന്നെന്നാ ഞങ്ങള് വിചാരിച്ചത്. കുര്യച്ചൻ പറയുകയാണ്, അതല്ല രസം, കുറ്റം ചെയ്തതാരാ? അയാളുടെ മോളും എന്റെ ജോബിച്ചനും. പക്ഷെ അയാൾക്ക് അവരോടുള്ള വഴക്ക് തീർന്നു. കൊച്ചുണ്ടായി കഴിഞ്ഞപ്പോൾ കൊച്ചിനെ കാണാൻ വരികയും 28 കെട്ടിന് ഗുരുവായൂര് ചോറൂണ് കൊണ്ടുപോവുകയും മോളെ മോനെയും പാലായിലെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി വിരുന്ന് കൊടുക്കുകയെല്ലാം ചെയ്തു. എന്നോടുള്ള വിരോധം മാത്രം തീർന്നിട്ടില്ല. മാമച്ചൻ ചോദിക്കുന്നു, കുര്യച്ചനോട് എന്തിനാ വിരോധിക്കുന്നത്? കുര്യച്ചൻ പറയുകയാണ്, ആർക്കറിയാം, ഞാനല്ലേ എന്റെ മോനെ ജനിപ്പിച്ചത്, അതിന്റെ ആയിരിക്കാം. കുര്യച്ചന്റെ ഭാര്യ പറയുന്നു, ഓ കുര്യച്ചായ. കുര്യച്ചൻ പറയുകയാണ്, നിനക്കുണ്ടല്ലോ പങ്ക്. കുര്യച്ചന്റെ ഭാര്യ പറയുന്നു, നിങ്ങൾ ഇതെല്ലാം കഴിക്കുന്നേ, അതിനല്ലേ ഞാൻ ഇതെല്ലാം എടുത്തു വെച്ചിരിക്കുന്നത്. ഗ്രേസമ്മ ഉണ്ണിയപ്പം എടുക്കാനായി തുടങ്ങുമ്പോൾ രേവതിക്കുട്ടി കണ്ടു ഒഴിപ്പിച്ച് ഗ്രേസമ്മയെ നോക്കുകയാണ്. ഒന്നുമാതിരി ഗ്രേസമ്മ പറയുകയാണ്, അപ്പോ ഞങ്ങള് വന്ന കാര്യം നടക്കത്തില്ല അല്ലേ? കുര്യച്ചൻ പറയുന്നു, ഞാനൊരു കാര്യം ചെയ്യാം, ജോബിയെ മീരയെ ഇങ്ങോട്ട് വിളിക്കാം. ഗ്രേസമ്മ അവരോട് കാര്യങ്ങളങ്ങ് പറ. മീര വിളിച്ചു പറഞ്ഞാൽ അയാൾ കേൾക്കുമായിരിക്കും. മീരയെ കൊണ്ട് പറയിപ്പിക്കാം. ഗ്രേസമ്മ ചോദിക്കുന്നു, മീര എങ്ങനെയുള്ള ആളാ, പറയുമോ? കുര്യച്ചൻ പറയുകയാണ്, അതൊക്കെ ഞാൻ പറയിപ്പിച്ചോളാം. ഞാൻ പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ അവൾക്ക് പറ്റത്തില്ല. അവൾ എന്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ ഞാനാ കല്യാണം നടത്തി കൊടുത്തത്. വേറെ വല്ല തന്തമാരും ചെയ്യുമോ? തെണ്ടിത്തരമാ കാണിച്ചത്. എന്നാലും ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. തുടർന്ന് കുര്യച്ചൻ ജോബിച്ചന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. തൊട്ടരികിൽ മീരയും കുഞ്ഞും ഉണ്ട്. ഫോൺ അറ്റൻഡ് ചെയ്ത ജോബിയോട് കുര്യച്ചൻ ചോദിക്കുന്നു, എടാ ജോബി, നിങ്ങളിപ്പോ എവിടെയാ? ജോബി പറയുന്നു, ഞാൻ പുറത്താ. എന്നാ അപ്പാ? ഇന്ന് ജോലിക്ക് പോയില്ലേന്നാ കുര്യച്ചൻ ചോദിക്കുമ്പോൾ ജോബി പറയുന്നു, കുട്ടായിക്ക് ഒരു ഇഞ്ചക്ഷൻ എടുക്കാനുണ്ടായിരുന്നു, ഹാഫ് ഡേ ലീവ് എടുത്തു. കുര്യച്ചൻ പറയുന്നു, എടാ കുട്ടായി കുട്ടായി എന്ന് വിളിക്കാതെടാ, കൊച്ചിന്റെ പേര് വിളിയടാ, ഇല്ലെങ്കിൽ വലുതാകുമ്പോൾ കുട്ടായി എന്നുള്ള പേര് പതുങ്ങി പോകുമേ. ജോബി പറയുകയാണ്, പപ്പ ഇപ്പൊ വിളിച്ചത് എന്തിനാണെന്ന് പറ. കുര്യച്ചൻ പറയുന്നു, എടാ നമ്മുടെ ഗ്രേസമ്മയില്ലേ മുല്ലക്കാനത്തെ, എന്റെ പപ്പയുടെ പെങ്ങടെ മോള് പാലാരിവട്ടം. ജോബി പറയുന്നു, മനസ്സിലായി, ഗ്രേസമ്മ ആന്റിയുടെ മോനല്ലേ ആക്സിഡന്റിൽ മരിച്ചു പോയത്, ജിജോ. കുര്യച്ചൻ പറയുന്നു, അത് തന്നെ, നീയും അവനും കൂടി വലിയ കൂട്ടായിരുന്നല്ലോ. ഗ്രേസമ്മ ഇപ്പൊ ഇവിടെ ഉണ്ട്. അവര് മീരയും കൊച്ചിനെയും കണ്ടിട്ടില്ലല്ലോ, നീ അവരെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വാ. ജോബി പറയുന്നു, പപ്പ അതിപ്പം കുത്തിവെപ്പ് എടുത്തു കഴിഞ്ഞപ്പോഴേ കുട്ടായിക്കൊരു പനിയുടെ ലക്ഷണം പോലെ. കുര്യച്ചൻ പറയുന്നു, എടാ അതൊന്നും പനിയല്ല, ഇച്ചിരി ടെമ്പറേച്ചർ കൂടും, അത്രേ ഉള്ളൂ. ജോബി പറയുന്നു, പപ്പയ്ക്ക് ഇത് അറിയാൻ മേലാഞ്ഞിട്ടാ. മീര ചോദിക്കുന്നു, എന്നാ പറ്റി? കുര്യച്ചൻ പറയുകയാണ്, എടാ ഞാൻ നിനക്കെടുത്ത കുത്തിവെപ്പല്ലേ ഇപ്പൊ നീ നിന്റെ മകനെടുത്തത്, എന്നിട്ട് എനിക്കറിയാൻ മേലെന്നോ? നീ അവളെയും കൊച്ചിനെയും കൂട്ടി വാ, ഇപ്പൊ തന്നെ ഇറങ്ങിക്കോ. പപ്പ വൈകുന്നേരം എന്ന് ജോബി പറയുമ്പോൾ കുര്യച്ചൻ പറയുകയാണ്, എടാ അതിരപ്പുഴയിന്ന് കുറവിലങ്ങാട്ടേക്ക് 1/2 മണിക്കൂർ ഡ്രൈവല്ലേ ഉള്ളൂ, നീ അതുകൊണ്ട് ഇങ്ങോട്ട് വാ, വേഗം വരണേ. ശരി എന്ന് പറഞ്ഞ ഫോൺ കട്ട് ചെയ്ത് ജോബി മീരയോട് പറയുന്നു, വീട്ടിലോട്ട് ചെല്ലണമെന്ന്. പിന്നീട് കാണിക്കുന്നത് CI ഗോപാലകൃഷ്ണ പണിക്കരെയാണ്. അരികിലേക്ക് വന്ന രമേശ് പറയുന്നു, സർ, ബാലചന്ദ്ര മേനോന്റെ വീട്ടിൽ ജോലിക്ക് നിന്ന ആ പെൺകുട്ടിയെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് സാറേ. CI പറയുന്നു, വിളിക്ക്. കേറി വാടി ഇങ്ങോട്ടെന്ന് പറഞ്ഞ കോൺസ്റ്റബിൾ അലീനയെ CIയുടെ റൂമിലേക്ക് കൊണ്ടുവരികയാണ്. രമേശ് പറയുന്നു, സാറിന്റെ മുന്നിലേക്ക് കയറി നിൽക്കടി. അലീന മുന്നിലേക്ക് കയറി നിൽക്കുമ്പോൾ CI ചോദിക്കുന്നു, എന്താ നിന്റെ പേര്? അലീന പേര് പറയുമ്പോൾ CI പറയുകയാണ്, ഇരിക്ക്. അലീന അവിടേക്ക് ഇരിക്കുമ്പോൾ CI ചോദിക്കുന്നു, നീ ബാലചന്ദ്ര മേനോന്റെ വീട്ടില് ഹോം നഴ്സായിട്ട് ജോലി ചെയ്യുകയാണോ അതോ വേലക്കാരിയാണോ? അലീന പറയുന്നു, വീട്ടു ജോലിയും ചെയ്യാറുണ്ട്. CI ചോദിക്കുന്നു, ഹോം നഴ്സായിട്ട് വന്ന നീ എന്തിനാ വീട്ടു ജോലി ചെയ്യുന്നത്? അല്ല, അങ്ങനെ ഒരു കീഴ്വഴക്കം ഇല്ലല്ലോ. അലീന പറയുന്നു, അത് സമയമുള്ളത് കൊണ്ട് ചെയ്യുന്നതേ ഉള്ളൂ സർ. CI ചോദിക്കുന്നു, നിന്നെ ആ വീട്ടിലുള്ളവര് നിർബന്ധിച്ച് പണിയെടുപ്പിച്ചതാണോ? അലീന പറയുന്നു, അല്ല സർ, വെറുതെ ഇരിക്കാൻ കഴിയാഞ്ഞിട്ട് ഞാൻ തന്നെ ചെയ്യുന്നതാ. CI ചോദിക്കുന്നു, നിനക്ക് എത്രയാ ശമ്പളം? അലീന പറയുകയാണ്, ആദ്യം 10,000 രൂപയായിരുന്നു, ഇപ്പൊ കൂട്ടി. CI ചോദിക്കുന്നു, അപ്പോ കൃത്യമായിട്ട് ശമ്പളം തരാറുണ്ടോ? അലീന പറയുകയാണ്, ഉണ്ട് സർ. CI ചോദിക്കുന്നു, ഈ ശമ്പളത്തിന് പുറമെ അതായത് ടിപ്പ്
അങ്ങനെ കൈയഴിച്ചുള്ള ചില സമ്മാനങ്ങൾ ഇല്ലെന്ന് അലീന പറയുമ്പോൾ സിയെ ചോദിക്കണം, അപ്പോ ഈ ബാലചന്ദ്ര മേനോനാണോ ഇപ്പൊ തരിക അതോ മറ്റുള്ളവരാണോ? അങ്ങനെയൊന്നും തരാറില്ലെന്ന് അലീന പറയുമ്പോൾ സിയെ ചോദിക്കണം, നീയും ബാലചന്ദ്ര മേനോനുമായി മോശമായിട്ടുള്ള എന്തെങ്കിലും ബന്ധമുണ്ടോ? അലീന ചോദിക്കുന്നു, സാർ ഇതൊക്കെ ആര് പറയുന്നു? സിയെ പറയുകയാണ്, തൽക്കാലം ചോദിച്ചതിന് ഉത്തരം പറഞ്ഞാൽ മതി, ഇങ്ങോട്ട് ചോദ്യം വേണ്ട. അലീന പറയുന്നു, എനിക്ക് ആരുമായിട്ടും മോശമായ ബന്ധങ്ങളില്ല സർ. സിഐ പറയുകയാണ്, നീയും ബാലചന്ദ്ര മേനോനും തമ്മിൽ മോശമായ ബന്ധമുള്ളതിന്റെ പേരിൽ അയാളുടെ ഭാര്യ പിണങ്ങിപ്പോയെന്ന് കേൾക്കുന്നു, അത് ശരിയാണോ? അലീന പറയുന്നു, അദ്ദേഹത്തിന്റെ ഭാര്യ പിണങ്ങി എവിടെയും പോയിട്ടില്ല സർ. ആക്സിഡന്റ് പറ്റി ദേവമാതാ ഹോസ്പിറ്റലിൽ കിടക്കുക. സിഐ ചോദിക്കുന്നു, നിന്റെ വീട് എവിടാ? അപ്പൊ അലീന പറയുകയാണ്, എനിക്ക് വീടില്ല സർ, ഞാനൊരു ഓർഫനേജിലാണ് വളർന്നത്, കഴക്കൂട്ട് വന്ന സ്ഥലപ്പേര്. സിഐ ചോദിക്കുന്നു, അപ്പൊ നീ അനാഥയാണോ? അലീന പറയുകയാണ്, അങ്ങനെ ആയിരുന്നു. സിഐ പറയുകയാണ്, ആയിരുന്നു എന്ന് പറഞ്ഞാ ഇപ്പൊ അങ്ങനെ അല്ലാന്ന് കൂടി അർത്ഥമുണ്ടല്ലോ അല്ലെ? അലീന പറയുന്നു, ഞാനിപ്പോ അനാഥയല്ല സർ, ഞാൻ ജോലിക്ക് നിൽക്കുന്ന വീട്ടിലുള്ളവര് എന്നെ സംരക്ഷിക്കുന്നുണ്ട്. സിഐ പറയുകയാണ്, ഒരു അനാഥയായ നിന്നെ, വെറും ഒരു വീട്ടുജോലിക്കാരിയായ നിന്നെ അവരിങ്ങനെ നിന്നെ സംരക്ഷിക്കാനുള്ള കാരണം എന്താ? അലീന പറയുന്നു, ഞാൻ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നത് കൊണ്ടായിരിക്കാം. ഇത് കേട്ട് സിഐ പറയുകയാണ്, ഈ ബാലചന്ദ്രമേനോന്റെ മകനും ശിവശങ്കരമേനോന്റെ മകനും ചേർന്ന് നിന്നെ റേപ്പ് ചെയ്തിട്ടില്ലേ? ഇത് കേട്ട് ഞെട്ടി അലീന പറയുന്നു, ഇല്ല സർ. സിഐ അലീനയുടെ അരികിലേക്ക് ചെന്ന് ടേബിളിലേക്ക് കയറി ഇരുന്നിട്ട് പറയുന്നു, ദേ കള്ളം പറയരുത് പോലീസിനോട്. അലീന പറയുകയാണ്, എന്നെ ആരും റേപ്പ് ചെയ്തിട്ടില്ല സർ. സിഐ പറയുകയാണ്, എന്നിട്ട് അവന്മാർ രണ്ടുപേരും സമ്മതിച്ചല്ലോ റേപ്പ് അറ്റംപ്റ്റ് നടന്നു എന്ന്. ഇത് കേട്ട് ടെൻഷനോടുകൂടി സിഐയെ നോക്കുകയാണ് അലീന. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. ഇനി അടുത്ത എപ്പിസോഡ് പ്രൊമോ റിവ്യൂ. രോഹിത്തിനും ഹരിക്കുമെതിരെ അലീന പരാതി എഴുതി ഒപ്പിടണമെന്ന് ആവശ്യപ്പെടുകയാണ് സിഐ. രോഹിത്തും ഹരിയും തന്നെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പരാതി. സിഐ പറയുന്നു, ബാലചന്ദ്ര മേനോന്റെ മകൻ രോഹിത് ബാലചന്ദ്രനും ശിവശങ്കര മേനോന്റെ മകൻ ഹരിശങ്കറും ചേർന്ന് എനിക്ക് മയക്കുമരുന്ന് നൽകി നിർബന്ധിച്ച് കഴിപ്പിച്ച് എന്നെ ബലാത്കാരം ചെയ്യാൻ ശ്രമിച്ചവരാണ്. അലീന പരാതി എഴുതാൻ തയ്യാറാകുന്നില്ല. തുടർന്ന് രമേശിന്റെയും കോൺസ്റ്റബിളിന്റെയും ഒപ്പം സിഐയുടെ റൂമിൽ നിന്നും പോവുകയാണ് അലീന. പരാതി എഴുതി ഒപ്പിടാനായി രമേശ് ആവശ്യപ്പെടുമ്പോൾ രമേശിനെ എതിർത്തുകൊണ്ട് അലീന പറയുന്നു, എനിക്ക് പരാതി ഉണ്ടെങ്കിൽ ഞാൻ എഴുതും, എനിക്കില്ലാത്ത പരാതി ഞാൻ എഴുതുകയില്ല. പരാതി എഴുതി തരാതെ അലീനയെ പോലീസ് സ്റ്റേഷനിൽ നിന്നും വിടില്ല എന്നുള്ള തീരുമാനത്തിലാണ് രമേശും സിഐയും. പരാതി എഴുതി കൊടുക്കാൻ തയ്യാറാകാതെ അവിടെ ഇരിക്കുകയാണ് അലീന. ഹരി പുച്ഛത്തോടുകൂടി അലീനയെ നോക്കുമ്പോൾ കണ്ടു നിറഞ്ഞ വിഷമത്തോടുകൂടി ഇരിക്കുകയാണ് അലീന. അലീനയെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്ന രോഹിത് വിഷമത്തോടുകൂടി ലോക്കപ്പിൽ ചാരി നിൽക്കുന്നു. തുടർന്ന് മുറി അടച്ചിരിക്കുകയാണ് ബബിത. വാതിലിൽ തട്ടി വിളിക്കുന്ന കൃഷ്ണയുടെ അരികിലേക്ക് വന്ന് ദേഷ്യത്തോടുകൂടി സംസാരിക്കുകയാണ് ബബിത. കൃഷ്ണ പറയുകയാണ്, ഈ വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് വല്ല കൂസലും ഉണ്ടോന്ന് നോക്കിയേ. ബബിത വാതിലടച്ച് റൂമിൽ ഇരിക്കുന്നു. ഇത് കണ്ട് ദേഷ്യത്തോടുകൂടി നിൽക്കുകയാണ് കൃഷ്ണ. തുടർന്ന് അലീന പരാതി എഴുതി കൊടുക്കാൻ തയ്യാറാകാതെ പോലീസ് സ്റ്റേഷനിൽ തന്നെ ഇരിക്കുമ്പോൾ പുറത്തു പോയിട്ട് വന്ന സിഐ അലീനയെ ശ്രദ്ധിക്കുകയാണ്. സിഐ അലീനയുടെ അരികിലേക്ക് വന്ന് ചോദ്യം ചെയ്യുകയാണ്. വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.